എൻ്റെ ജീവിതത്തിൽ കോളിഫ്ലവർ ഉണ്ടായേക്കണത് ആദ്യമായിട്ട് കാണാനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ. അതുപോലെ തക്കാളി ഇവിടെയുണ്ട് തക്കാളി ആട്ടാ കൂടുതലുള്ളത്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും എടുക്കും. വൈഫ് ഇതുമേന്ന് എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. ഇത്തിരി കിട്ടുന്നുണ്ട് പച്ചക്കറി നല്ല രീതിയിൽ. തീർച്ചയായിട്ടും വീട്ടിലാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെല്ലാം. F0 ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് കൊല്ലം കൊട്ടാരക്കരയുള്ള ഓർഗ ആയൂർ എന്ന് പറയുന്ന ഒരു അടിപൊളി കമ്പനിയുടെ വിശേഷമാണ് കേട്ടോ. ഇന്ന് നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും വലിയൊരു പ്രയാസമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല പച്ചക്കറി നല്ല ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് കഴിക്കുക എന്ന് പറയുന്നത് അല്ലേ. അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല പച്ചക്കറി നല്ല ഫ്രൂട്ട്സും കഴിക്കാൻ പറ്റില്ല. എന്നാൽ നമുക്കിത് സമയത്തിൻ്റെ വലിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അതിനും വലിയ ബുദ്ധിമുട്ടുണ്ട്. കൃഷിയുടെ നല്ലൊരു അറിവില്ലാത്തതും മറ്റൊരു പ്രശ്നമാണല്ലേ. എന്നാൽ ഇതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇതൊക്കെ നട്ട് പിടിപ്പിച്ചിട്ട് വളർത്തി തരുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഓർഗ ആയൂർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാഷാണം ഷാജി എന്ന് നമ്മൾ വിളിക്കുന്ന സാജു നവോദയയുടെ കൃഷിത്തോട്ടവും അതേപോലെ തന്നെ പ്രവീൺ സാറിന്റെ റൂഫ് ടോപ്പിലുള്ള ഒരു അടിപൊളി കൃഷിത്തോട്ടം കൂടിയാണ്. എന്തൊക്കെയാണ് ഓർഗ ആയൂറിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. ഞങ്ങളുടെ കൊച്ചു പച്ചക്കറി തോട്ടം, ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു പച്ചക്കറി തോട്ടമാണ് ഈ കാണുന്നത്. അത് ഇപ്പോൾ ഉണ്ട്, ഇതിൽ പച്ചമുളക് കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ എല്ലാ ദിവസവും എടുക്കും. വൈഫ് ഇതുമേന്ന് എടുത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നത്. അതുപോലെ തക്കാളി ഇവിടെയുണ്ട് തക്കാളി ആട്ടാ കൂടുതലുള്ളത്. പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് കോളിഫ്ലവർ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ കോളിഫ്ലവർ ഉണ്ടായേക്കണത് ആദ്യമായിട്ട് കാണാനാണ് ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിൽ. ഇത് അതുപോലെ തന്നെ അവിടെ കോളിഫ്ലവറാണ്. ഇവിടെയുണ്ട് കോളിഫ്ലവർ. 3, 4 ഇതിൽ കോളിഫ്ലവർ ഉണ്ട്. ഇവിടെയും കായ്ച്ചിട്ടുണ്ട്. ഇതേ പുതിയത് ഇന്ന് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണത് ഒന്നേ ഉള്ളൂ, നമ്മളിപ്പോൾ ഇതിനകത്ത് നമ്മൾ കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവരെല്ലാവരും ചെയ്യുക. നമ്മൾ പച്ചക്കറി എങ്ങും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട, അതിനുള്ള പച്ചക്കറിയൊക്കെ ഇതിൽ കിട്ടും. ഇതിൻ്റെ എല്ലാം ചെയ്യണമെന്ന് നോക്കണം വൈഫാട്ടോ. വൈഫ് ഇപ്പോൾ ഇന്ന് ഒരു അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിക്കൊണ്ടാണ് ഞാനിവിടെ നിന്നുണ്ട് ഇങ്ങനെ തകർക്കണം. ഇനി എപ്പിസോഡ് കാണുമ്പോൾ വൈഫ് പറയും ചിലപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്തിട്ട് അവസാനം ഞാനായി വന്നിട്ട് കയ്യടി മേടിച്ചെന്ന് പറയും. അപ്പോൾ അതല്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ ഈ ഓർഗാനിയൂറിൻ്റെ പച്ചക്കറി തോട്ടം. പക്ഷേ ഏരിയ ഉണ്ടായിരുന്നു ഞാൻ നട്ടേനായിട്ടാണ്, കുറേ കൂടി ഏരിയ ഉണ്ടായിരുന്നു ഞാൻ നട്ടേനെ. എന്തായാലും അതിൻ്റെ റിസൾട്ട് ഗംഭീരമാണ്, അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യും. അധികം സ്ഥലമൊന്നും വേണ്ട, കൊച്ചു സ്ഥലം മതി. ഒരു കൊച്ചു പച്ചക്കറി തോട്ടം. അത് നല്ല എന്താ പറയണത്, വേറെ വിഷമൊന്നുമില്ലാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്നത്. സാജു നവോദയയുടെ ആ ഒരു കൃഷിത്തോട്ടം നമ്മൾ കണ്ടുള്ളത് വീട്ടുമുറ്റത്താണ്. എന്നാൽ റൂഫ് ടോപ്പിൽ വലിയ രീതിയിൽ കൃഷി ചെയ്യാം എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രവീൺ സാറ്. സാർ, ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയായി? ഇത് തുടങ്ങാനുള്ളൊരു കാരണം അതാണ് എനിക്ക് അറിയേണ്ടത് മെയിനായിട്ട്. ഏതാണ്ട് ഒരു 1.5 കൊല്ലത്തോളം ആയി തുടങ്ങിയിട്ട്. വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് വീട്ടിലാവശ്യത്തിന് എടുക്കാം എന്നുള്ള ഒരു തോന്നലിലാണ് ഇങ്ങനെ ഒരു അന്വേഷണം നടത്തിയത്. അങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇവരുടെ ഒരു പരസ്യം കണ്ടു, ആ രീതിയിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം വളരെ ചെറിയ തോതിൽ ഒരു 10 ചട്ടിയുള്ള ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ നല്ല രീതിയിൽ അതൊരു വിജയം ഉണ്ടാവുകയും നല്ലൊരു സക്സസ് ആയി തോന്നിയത് കൊണ്ട് തന്നെ പിന്നെ കുറേ അധികം പച്ചക്കറികൾ നടാനും അത് ഒക്കെ സാധിച്ചു. 10 തുടങ്ങി, സ്റ്റാർട്ട് 10ലാണ് തുടങ്ങി. ഏകദേശം എത്ര ചട്ടികൾ മൊത്തം ഇവിടെ? ഏകദേശം ഒരു 150ഓളം ഉണ്ട്. ഞാൻ ശരിക്കും വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ഒരു റൂഫ് ടോപ്പിൽ ഇത്രയും വലിയ രീതിയിൽ പച്ചക്കറി കൃഷി, പച്ചക്കറി മാത്രമല്ല ഫ്രൂട്ട്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫ്രൂട്ട്സും ഉണ്ട്. ഓക്കെ. എന്തായാലും ഇത് ചെയ്തിട്ട് ഒത്തിരി കിട്ടുന്നുണ്ട് പച്ചക്കറി നല്ല രീതിയിൽ? തീർച്ചയായിട്ടും വീട്ടിലാവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെല്ലാം. അതേപോലെ ഇതിൽ കൊടുക്കുന്ന വെള്ളം കൊടുക്കുന്നൊക്കെ സിസ്റ്റം പ്രത്യേകം ഇവർ ചെയ്തിട്ടുണ്ടല്ലോ. അതെ, തിരുനന സിസ്റ്റം വഴി ആണ് ചെയ്തിരിക്കുന്നത്. അതിനെക്കൊണ്ട് 1-2 ഗുണമുണ്ട്. ഒന്ന്, ഈ ടെറസ് നനയത്തില്ല എന്നുള്ളത് ഒരു വലിയൊരു ഗുണമാണ്. പിന്നെ നമുക്ക് ഈ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും വെള്ളം ഒഴിക്കാൻ സാധിച്ചില്ലെങ്കിലും അത് വലിയൊരു പ്രശ്നമായിട്ട് വരാറില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വെള്ളം ഉണ്ടോ എന്നൊക്കെ ഉള്ളത്. ഇവിടെ ഇപ്പോൾ സാർ ഏതൊക്കെ ടൈപ്പ് പച്ചക്കറികളാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഏകദേശമുള്ള എല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് വെള്ളരി, കെയില്, വഴുതന, കാബേജ്, കോളിഫ്ലവർ, ബ്രക്കോളി, ലെറ്റ്യൂഷ്, സുക്കിനി, പിന്നെ ബോട്ടിൽ ഗാർഡുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ മുളക് പല ഇനങ്ങളായിട്ടുള്ള മുളക് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം വളരുന്നുണ്ട് നന്നായിട്ട്. കുറ്റിക്കുരുമുളകുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള കുറ്റിക്കുരുമുളക് മുഴുവൻ ഇവിടെ നിന്ന് കുരുമുളക് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സവാള, ഉള്ളി, സവോള വരെ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അടിപൊളി. പിന്നെ ഇലക്കറികളിൽ പാലക്ക്, ചീര, ബീട്രൂട്ടിൻ്റെ ലീഫ് അങ്ങനെയൊക്കെയുള്ളതൊക്കെ എല്ലാം നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ കുറേ ഹെർബൽ പ്ലാന്റ്സും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കറ്റാർ വാഴ, നീലാമരി, ശംഖുപുഷ്പം, അങ്ങനെയുള്ള കുറേ ചെടികളുണ്ട്. അത് കൂടാതെ ഫ്രൂട്ട്സ് പ്ലാന്റ്സും കുറേ ഉണ്ട്. ഇപ്പം നമുക്ക് വീട്ടാവശ്യത്തിന് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന പേരയ്ക്ക, സപ്പോട്ട, മാങ്ങ, പിന്നെ വെസ്റ്റ് ഇന്ത്യൻ ചെറി, അമ്പയം, സ്റ്റാർ ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള കുറേ ഗ്രേപ്പ്. സാധാരണ ഇത്രയും ഐറ്റംസ് ഒരാൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുക വലിയൊരു പറമ്പ് ചെയ്തതായിരിക്കും.
പക്ഷെ എന്നാൽ ചെറിയൊരു സ്പേസിൽ റൂഫ് ടോപ്പിൽ ഇത്രയും ഐറ്റംസ് ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല ചെയ്തിരിക്കുന്നത് അല്ലേ? വളരെ ഭംഗിയായിട്ട് തന്നെ ഇതിനെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഓർഗ ആയുർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള സുബിന്റെ കൂടെ തന്നെ കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ഷാനു ഉണ്ട്. ഇവിടെ ഒരാളും കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടല്ലേ, അതായത് ഒരു ഡയറക്ടറും കൂടി ഉണ്ട്, ഡോക്ടർ ആൽവിൻ. ഇവർ 3 പേരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓർഗ ആയുർ എന്ന് പറയുന്ന ഒരു അടിപൊളി പ്രോജക്റ്റ് നമ്മുടെ മുന്നിലേക്ക് കാണിച്ചു വന്നിരിക്കുന്നത്. സുബിനോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇങ്ങനൊരു ആശയം നിങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഞാനൊരു IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാൻ അറൗണ്ട് ഒരു 3 ഇയേഴ്സോളം ഒരു IT കമ്പനി വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പാരലി കൃഷി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് വീട്ടിലെ ചുരുങ്ങിയ സ്ഥലത്തു നിന്നാണ് ഞാൻ കൃഷി സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഞാൻ ഒത്തിരി ചലഞ്ചസ് ഫേസ് ചെയ്തു. അത് ഞാൻ പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കാനും അതിൽ നേരിട്ട പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും ശ്രമിച്ചു. അപ്പം ആ ചെയ്യുന്നത് കണ്ട് മോട്ടിവേറ്റ് ആയിട്ട് ഒത്തിരി ആൾക്കാർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് കൂടുതൽ ആളുകളുടെ ഇടയിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിനൊരു റീച്ച് ഉണ്ടാകുമെന്നും അത് എങ്ങനെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളൊരു യാത്രക്കിടയിലാണ് എനിക്ക് എൻ്റെ ഒരു ഡയറക്ടറാണ് ഷാനു, ഒരാളുകൂടെ ഉണ്ട് ആൽവിൻ ഡോക്ടറാണ്. അപ്പം ഞങ്ങൾ 3 പേരും കണക്റ്റ് ആകുകയും ഈ ഒരു പ്രോജക്റ്റിലോട്ട് എത്താമെന്ന് ചിന്തിക്കുകയും അതിൽ തന്നെ ഞങ്ങൾ കുറേ കാര്യങ്ങളോടെ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ കീടനാശിനികൾ ഉപയോഗിക്കാത്ത പച്ചക്കറികളിൽ കിട്ടുന്നില്ല. അപ്പം അതിൽ ന്യൂട്രീഷ്യസ് വാല്യൂ കുറവാണ്. അത് ട്രാൻസ്പോർട്ട് ചെയ്ത് ചിലപ്പോൾ 1 വീക്കോ 2 വീക്കോ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ നമ്മളിൽ സെൽഫ് സസ്റ്റൈനബിൾ ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളുടെ വീട്ടിലെ ചുരുങ്ങിയ സ്ഥലത്ത് നമ്മൾ അവൈലബിൾ ടൈമിൽ നമ്മൾ മാക്സിമം ഈൽഡ് കിട്ടാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോഴാണ് ഇതേപോലെ അർബൻ ഫാമിംഗ് എന്നുള്ള കൺസെപ്റ്റിലോട്ട് വന്നതും കൂടുതൽ ആൾക്കാരുടെ ഇടയിലോട്ട് ഇത് എത്തിക്കണമെന്ന് ചിന്തിച്ചതും അത് ഒത്തിരി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനോ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണമെന്നുള്ളൊരു തോട്ട് നമുക്കുണ്ടായതും. ഇപ്പം ഞങ്ങൾക്ക് അറൗണ്ട് ഞങ്ങളെ കസ്റ്റമേഴ്സ് ഞങ്ങൾ മോഡൽ എഡ്യൂക്കേറ്റ് ആണ് ചെയ്യുന്നത്, എങ്ങനെ ഫാമിംഗ് ചെയ്യണം, അവരെന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് ഫേസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചലഞ്ചസിനെയാണ് ഞങ്ങൾ കറണ്ട്ലി ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ വരുന്ന പുതിയ ജനറേഷനെ എങ്ങനെ ഇതിലോട്ട് കൂടുതൽ വെജിറ്റബിൾസ് എങ്ങനെ ഗ്രോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് ഒരു പുതിയ ഒരു സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു കൾച്ചറും ഒരു ജനറേഷനെ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഓർഗാരിലൂടെ ഞങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഓർഗ ആയുർ കമ്പനിയുടെ അഗ്രി സെക്ഷൻ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മിസ്റ്റർ ഷാനു ആണ്. ഷാനു, നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളിപ്പം ഒരു കസ്റ്റമർക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വിഭാഗം നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അർബൻ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ്. അതായത് നമുക്ക് കൃഷിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതെല്ലാം പുതിയ ടെക്നോളജികൾ അതെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഹൈഡ്രോപോണിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്, അക്വപോണിക്സ് ചെയ്യുന്നുണ്ട്, വിക്രിഗേഷൻ ചെയ്യുന്നുണ്ട്, ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റ്സുകളെ കുറിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു സെഷനിൽ കൃഷിയിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരാം. സാധാരണ നമ്മൾ കാണുന്ന രീതിയിലൊരു കൃഷി എന്നുള്ള ചെറിയ പരിപാടി അല്ല. അതായത് ഇപ്പം നമ്മളിപ്പം വീട്ടിൽ നോർമലി ചെയ്തിരിക്കുന്ന പോട്ടിനകത്ത് IoT സെൻസറുകൾ നമുക്ക് ഘടിപ്പിക്കാം. അതിലൂടെ പരിപാടി IoT സെൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പോട്ടിൽ വെള്ളമുണ്ടോ, അതിനകത്തുള്ള pH വാല്യൂസ്, ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അടിപൊളി. ഇപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ പോലും നമ്മുടെ ചെടിയിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തത്? ചട്ടിയിലാണോ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ പറമ്പിലാണോ സെറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് വരുന്നത് ശരിക്കും? നമ്മളിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പോട്ടിലും ചെയ്യുന്നുണ്ട്, പറമ്പിലും ചെയ്യുന്നുണ്ട്. എന്നാലും പ്രധാനമായിട്ട് നമ്മളിപ്പം പോട്ടിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അത് ശരി. പോട്ടിൽ നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ നിങ്ങളോട് പറയും ഇന്ന തൈകളാണ് എനിക്ക് ആവശ്യമുള്ളത്, ഇന്ന പച്ചക്കറികളാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഓരോ പോട്ടിലായിട്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് കൊടുക്കും. അതെ. അതായത് ഇപ്പം കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം പച്ചമുളക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാന്റിനെ കുറച്ച് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലാന്റുകളെ കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അത് ഏത് പച്ചക്കറികൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കൊടുക്കും? നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ഇതനുസരിച്ച് ഇപ്പം ശീതകാല പച്ചക്കറികളുണ്ട്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ കൊടുക്കുന്നത് ചട്ടി കൊടുക്കുക, തൈ കൊടുക്കുക എന്ന് മാത്രമാണോ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നട്ട് പിടിപ്പിച്ച് കൊടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ശരിക്കും നിങ്ങളുടെ സിസ്റ്റം? ശരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൃഷിക്കാരനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് ഇപ്പം നമ്മളൊരു വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക, അവരെങ്ങനെ കൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഗൈഡൻസ് കൊടുത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവരാണ്. ഇപ്പം നമ്മൾക്കൊരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത് ഇപ്പോൾ ഓരോ ചെടികളും നടുന്നത് എങ്ങനെയെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. അതായത് നിങ്ങൾ തന്നെ നട്ട് കാണിച്ചു കൊടുക്കും? അതെ. നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക? അതെ. നമ്മൾ തന്നെ നട്ട് കിളിപ്പിച്ച് എടുക്കുന്നത് വരെ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് അതിനുശേഷമുള്ള സപ്പോർട്ട് എങ്ങനെ വരുന്നത് നിങ്ങളുടെ? അതായത് ഓരോ ചെടി നട്ടതിന് ശേഷവും അതിൻ്റെ ഒരു ക്രോപ്പ് ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ. അതായത് എന്ന് നമ്മൾ ചെടിക്ക് വെള്ളം ഒഴിക്കണം, എന്ന് നമ്മൾ ചെടിക്ക് കള പറിക്കണം, എന്ന് വളമിടണം, എന്തൊക്കെ മരുന്നുകൾ ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ച് അവിടെ കൃഷി ചെയ്യിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾ ഈ ചെടി അല്ലെങ്കിൽ ഈ തൈ നട്ടിട്ട് നിങ്ങൾ പോക്ക് മാത്രമല്ല, ആഫ്റ്റർ പിന്നെ സർവീസ് നിങ്ങളുടെ ഭാഗത്തുണ്ട്. നമ്മളൊരു എയിം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കർഷകരെ നിർമ്മിക്കുക എന്നുള്ളതാണ്.
ഇപ്പം നമ്മൾ തൈ നട്ടിട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല. അവരെ കൊണ്ട് കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക, അവർക്ക് വരുന്ന കൃഷിയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും. അതായത് ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ കസ്റ്റമർ സർവീസിൽ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് സൊല്യൂഷൻ ഒന്ന് കൊടുക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ ഇപ്പം ഫീൽഡിൽ ആൾ വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് അതും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം കൃഷിയിൽ അത്ര മാക്സിമം സപ്പോർട്ട് കൊടുക്കുക, പുതിയ കർഷകരെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളതിൽ പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഒരു തവണ നമ്മൾ ഇത് വെച്ചു, ഇത് വെച്ച് നമ്മൾ എന്തായാലും പച്ചക്കറിക്കൊക്കെ അതിനൊരു ടൈം ഉണ്ടല്ലോ. ഇപ്പൊ തക്കാളി നമ്മൾ വെച്ചു, തക്കാളി ഇത്ര സമയം കഴിഞ്ഞാൽ തക്കാളിയുടെ ടൈം കഴിയും. ഇതിനിപ്പോ അടുത്ത റീപ്ലാന്റ് ചെയ്യണം. ആ റീപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ തന്നെ വന്നിട്ട് വെച്ച് തരുമോ നമുക്ക്? അതായത് നമ്മൾ തന്നെ വന്നിട്ട് റീപ്ലാന്റ് ചെയ്ത് തരും. അപ്പോൾ അതായത് ഈ കസ്റ്റമറുടെ കൂടെ സപ്പോർട്ട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ പ്ലാന്റുകൾ വെച്ച് കൊടുക്കുക, അതെങ്ങനെ നടണമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിത്തുകൾ ഇടേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കസ്റ്റമറുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതായത് കൃഷിയിൽ വേണ്ടുന്ന സംശയങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ പരിഹരിച്ച് തരുന്നുണ്ട്. ഒപ്പം അവരുടെ ആ ഒരു കെയറൂടെ നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വിജയിപ്പിച്ചെടുക്കാനും കഴിയും. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ കേരളത്തിൽ മൊത്തമായിട്ടാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ? ഏകദേശം നമ്മൾ കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പച്ചക്കറി മാത്രമാണ് ചെയ്യുന്നത്, അതല്ല ഫ്രൂട്ട്സ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? അതെ, നമ്മളിപ്പം പച്ചക്കറി മാത്രമല്ല, ഇപ്പം ഫ്ലവർ പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട്, ഇൻഡോർ പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം പറമ്പിൽ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. പുറമെ അക്വപോണിക്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അതെ, ഹൈഡ്രോപോണിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് ടവർ നമ്മൾ ചെയ്യുന്നുണ്ട്, പുതുതായിട്ട് വന്നൊരു ടെക്നോളജിയാണ്. ഇപ്പം ഫ്ലാറ്റ് അങ്ങനെയുള്ള കുറച്ച് സ്പേസ് മാത്രമുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെയുള്ള ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലാറ്റുകളിലെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു വാള് മാത്രം മതി. നമുക്ക് സൺലൈറ്റ് കിട്ടുന്നില്ലെങ്കിൽ പോലും ഇൻഡോറിൽ വീടിനകത്ത് തന്നെ നമുക്ക് പച്ചക്കറികളും ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസും വിളയിച്ചെടുക്കാനെ കൊണ്ട് പറ്റും. ആ ഒരു ടെക്നോളജി വരെ എത്തിയിട്ടുണ്ട് നമ്മൾ. ഇനി എനിക്കറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്? ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 350 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 350 രൂപ? അതെ. അതെങ്ങനെ പെർ പോട്ട് എന്നുള്ള രീതിയിലാണ്? അതിനകത്ത് നമുക്ക് പോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വേണ്ടുന്നുള്ള പോട്ട് മിക്സർ വരുന്നുണ്ട്. സോയിലെസ് മീഡിയം ആണ്. അപ്പോൾ ഏറ്റവും നല്ല ഗ്രോത്ത് കിട്ടുക. ഇപ്പം ടെറസിലേക്ക് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഭാരം കുറവായിരിക്കണം, കൂടുതൽ വെള്ളം അബ്സോർവ് ചെയ്ത് നിർത്താൻ പറ്റണം. ഈ കണ്ടീഷൻസ് എല്ലാം ഉള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. രണ്ടാമത് പ്ലാന്റ് വരുന്നുണ്ട്, അതിനകത്ത് നടാനുള്ള സീഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കസ്റ്റമർ സർവീസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെടി കിളിപ്പിച്ചെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ആ കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. വളങ്ങളൊക്കെ അതും ഇതിൽ വരുമോ? വളങ്ങളും ഇതിനൊപ്പം വരുന്നുണ്ട്. നമ്മൾ അതെ, മൊത്തം ഒരു പാക്കേജാണ്. അപ്പോൾ ഇതിൽ മിനിമം വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 പോട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു വീട്ടിൽ നമ്മൾ പറയുമ്പോൾ മിനിമം ഒരു 10 പോട്ടെങ്കിലും വേണം. ഈ 350 മാത്രമാണ് നിങ്ങൾ റേഞ്ച് വരുന്നത്, അതിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ അങ്ങനെ എങ്ങനെ വരുന്നത്? അതായത് അത് കസ്റ്റമർ തീരുമാനിക്കുന്നതാണ്. നമുക്ക് പുതിയ പുതിയ ടെക്നോളജികൾ അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ അതിനനുസരിച്ച് വില കൂടിക്കൊണ്ടിരിക്കും. പുതിയ നല്ല ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ നല്ല പോർട്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് അതിന് വില കൂടിക്കൊണ്ടിരിക്കും. അതെ. അപ്പോൾ ഇപ്പോൾ കസ്റ്റമർ വിളിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പം വിക്രിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ എയർപോർട്ട് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് ടെക്നോളജികൾ മാറുന്നതനുസരിച്ച് പ്രൈസ് റേറ്റിലും വ്യത്യാസം വരും. ഓക്കെ, എന്നാലും വലിയ സന്തോഷമുണ്ട് കാണാനും പരിചയപ്പെടാനും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ജനങ്ങളുടെ മുന്നിലേക്ക് അല്ല നമ്മളെ മുന്നിലേക്ക് കാണിച്ചു തന്നതിലോ. കാരണം ഞാനടക്കം മടിയുടെ കാര്യത്തിൽ വലിയൊരു പ്രശ്നക്കാരനാണ്, അറിവില്ലായ്മയുണ്ട് പച്ചക്കറി നടേണ്ടത്. അത് നല്ല രീതിയിൽ നിങ്ങൾ ഒരു വിഷയമില്ലാത്ത പച്ചക്കറി ജനങ്ങൾക്ക് എത്തിക്കാൻ പറയുന്നത് നല്ലൊരു ഉദ്ദേശമാണ്. വലിയ സന്തോഷമുണ്ട് കാണാനും പരിചയപ്പെടാൻ പറ്റിയതിൽ. ഓക്കെ, താങ്ക് യു. എത്രയാണ് ഓർഗ ആയൂറിന്റെ വിശേഷങ്ങൾ. ഇത് നിങ്ങൾ നോക്കിയേ, നല്ല അടിപൊളി പച്ചക്കറികൾ അല്ലേ, അതും ചെറിയൊരു സ്പേസിലാണ് ഇത്രയും പച്ചക്കറികൾ ചെയ്തിട്ടുള്ളത് അല്ലേ. ഇത് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ആ ഒരു സന്തോഷം, പ്രവീൺ സാർ അത് തന്നെ പറഞ്ഞത്, ഇത് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്, മാനസികമായുള്ള ഒരു സന്തോഷം. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അത് ചെറിയ സ്പേസ് വലിയ സ്പേസ് ഒന്നുമില്ല. കൃഷിയിൽ നിങ്ങൾക്ക് അറിവുണ്ടോ ഇല്ലേ ഒന്നുമില്ല, സമയക്കുറവ് ഒന്നും ഇവിടെ പ്രശ്നമല്ല. എല്ലാത്തിനുള്ള ഒരു പരിഹാരമാണ് ശരിക്കും ഈ ഓർഗ അയൂർ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണം, തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. എന്ന് ഞാൻ കൊടുക്കുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും, വിളിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.